പരാതി പോയതിന് പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസൊക്കെ പൂട്ടിക്കിടന്ന നിലയിലാണ്. കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഫോണിലൊന്നും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. രാഹുൽ ഒളിവിൽ എന്ന വാർത്തകൾ, അതോടൊപ്പം തന്നെ ജാമ്യത്തിനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാകണം. അതിനുള്ള നീക്കങ്ങൾ, ചർച്ചകളൊക്കെ നടന്നു കാണാം രാഹുൽ പക്ഷം. അപ്പോൾ എവിടെയാണ് രാഹുൽ ഉള്ളത്? ഒരു നടപടി രാഹുലിനെതിരെ ഇന്ന് തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണോ? പാലക്കാട് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ദിവ്യ ആൻഡ് സൈഫു. അതായത് ഇന്നലെ ഈ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടു എന്നുള്ള വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. അത് വളരെ ട്വിസ്റ്റായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി പങ്കെടുക്കുന്നു. അന്ന് അതായത് ഇന്നലെ വൈകുന്നേരം വരെ പരിപാടികൾ ഷെഡ്യൂൾഡാണ്. ആ പരിപാടികളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ MLA ഓഫീസ് പരിസരത്താണ്. നമുക്കറിയാം, ഈ ഒരു MLA ഓഫീസ് എന്ന് പറയുന്നത് എപ്പോഴും സജീവമായി ആളുകൾ ഉണ്ടായിരുന്ന, 24 മണിക്കൂർ എന്ന് പറയുന്ന പോലെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു MLA ഓഫീസാണ് ഇത്. പക്ഷേ ഇന്നലെ ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം ഈ ഓഫീസ് അടഞ്ഞു കിടക്കുകയാണ്. എപ്പോഴും ആളുകൾ നിറഞ്ഞിരുന്നൊരു ഓഫീസാണ്. ഈ ഓഫീസ് അടഞ്ഞു കിടക്കുകയാണ്. തൊട്ട നിമിഷം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാതെയാകുന്നു. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു, പക്ഷേ അദ്ദേഹത്തെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ ഫേസ്ബുക്കിൽ സത്യം വിജയിക്കുമെന്ന തരത്തിലുള്ളൊരു പോസ്റ്റും അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹത്തെ കാണാതായിരിക്കുന്നത്. എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ പോലീസ് അദ്ദേഹത്തിൻ്റെ ഫോൺ ട്രേസ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു നിഗമനമാണ് ഉള്ളത്. മാത്രമല്ല, ഇന്നലെ ഈ വാർത്ത വന്നതിന് പിന്നാലെ ഓഫീസ് പൂട്ടിയതിന് തൊട്ടുപിറകെ വൈകുന്നേരത്തോടു കൂടി വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത്. DYFIയുടെയും BJPയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ തള്ളിക്കയറുന്ന ഒരു സാഹചര്യമുണ്ടായി, റീത്ത് സമർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. നേരത്തെ ഉള്ളതുപോലെ അല്ല ഇനി അങ്ങോട്ട്. നേരത്തെ ആരോപണങ്ങൾ മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള. ഇപ്പോൾ അത് കേസെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകുന്നു. സർക്കാരിൻ്റെ കയ്യിൽ അത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്ക് പറഞ്ഞത് കേവലം ആരോപണമല്ലേ, അതിനകത്ത് നടപടിയുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു, നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇനി അങ്ങനെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നേരത്തെ ആരോപണങ്ങൾ വന്നതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ. ജംഷീർ കേൾക്കാമോ? ജംഷീർ, ഇന്നലെ DYFIയുടെ വലിയ പ്രതിഷേധ പ്രകടനമൊക്കെ, യുവമോർച്ചയുടെ പ്രതിഷേധ പ്രകടനമൊക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും പതിവ് പോലെ ഒരു ഇലക്ഷന്റെ സമയം കൂടിയാണല്ലോ. സ്വാഭാവികമായും രാഹുൽ വിഷയം വലിയൊരു പ്രചാരണ ആയുധമാക്കി രണ്ട് മുന്നണികളും NDAയും ഒപ്പം LDFും മാറ്റുന്നത് നമ്മൾ കാണുകയാണ്. അപ്പൊ ഇന്ന് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് ഓഫീസിലേക്കോ അങ്ങനെയൊക്കെ? തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കിട്ടിയ അവസരമാണ്, പ്രത്യേകിച്ച് LDFിനാണെങ്കിലും BJPക്കാണെങ്കിലും ഒക്കെ കിട്ടിയ ഒരു അവസരമാണ് ഇത്. അതുകൊണ്ട് തന്നെ അത് പരമാവധി ഉപയോഗപ്പെടുത്തി പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ MLA ഓഫീസിലേക്ക് നേരിട്ട് ഇനി ഇപ്പോൾ പ്രതിഷേധമുണ്ടോ എന്ന് സംബന്ധിച്ചൊരു ആരും വ്യക്തത പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നഗരത്തിലും മറ്റിടങ്ങളിലൊക്കെ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. DYFIയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം തന്നെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അത് പാലക്കാടിന് അപ്പുറത്തേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തന്നെയാണ് യുവജന സംഘടനകൾ, DYFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെയൊക്കെ തീരുമാനം. പാലക്കാട് നഗരത്തിലും ഇത്തരത്തിൽ പ്രതിഷേധം വ്യാപകമാകുമെന്നുള്ളതാണ്. നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അതിനുശേഷം പ്രത്യക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയെന്നുള്ള വിവരമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ വ്യാപകമാക്കാൻ തന്നെയാണ് തീരുമാനം. നേരത്തെ ഉള്ളതുപോലെയല്ല ഇപ്പോൾ പ്രതിഷേധം ശക്തമാകും. കാരണം ഇത് ഈ യുവതിയുടെ മൊഴി അത്രയും ഗൗരവമുള്ളതാണ്. അത് ആ രീതിയിൽ തന്നെ കാണേണ്ടി വരും. അദ്ദേഹത്തെ നേരത്തെ നേതൃത്വം പറഞ്ഞതുപോലെ ഗൗരവമുള്ള മൊഴിയാണ് യുവതി നൽകിയിട്ടുള്ളത്, അതിജീവിത നൽകിയിട്ടുള്ളത് എന്നതാണ്. സുനിൽ ഐസക്.